ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ഹിസ്റ്ററി കളക്ഷൻ എഴുതുന്നത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടാണ് തുടങ്ങുന്നത്. ഹിസ്റ്ററി കളക്ഷൻ റൈറ്റിംഗ് വർക്ക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ നഴ്സസ് ലൈഫ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിസ്റ്ററി കളക്ഷൻ ബേസിക് ലെവൽ. വി ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക് ലെവൽ, റൈറ്റ്? സോ ഇപ്പോഴും തെറ്റ് പറ്റുന്ന കുറേ പേരുണ്ട്. കാരണം നമ്മൾ പ്രാക്ടിക്കലൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ഹിസ്റ്ററി കളക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മൾ ആസ് നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആയിരിക്കുമല്ലോ. ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പേഷ്യൻറ്റിനോട് സംസാരിക്കുമ്പോൾ പേഷ്യൻറ്റിന് മനസ്സിലാവുന്ന ഭാഷയിലാണ് സംസാരിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഭാഷയിലല്ല നമ്മൾ സംസാരിക്കുന്നത്. പേഷ്യൻ്റ് ഏതാണോ കംഫർട്ടബിൾ അത് വേണം നമ്മൾ നോക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി കളക്ഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഹിസ്റ്ററി കളക്ഷനിൽ നമുക്ക് ബേസിക്കായിട്ടും കുറച്ചധികം കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയാണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ. പേഷ്യൻറ്റിനെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. നമ്മൾ അതിന് മുമ്പ് നമ്മുടെ പേര്, നമ്മൾ ഏത് ഇയറാണ്, നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്, ഞാൻ ഹിസ്റ്ററി കളക്ഷൻ എടുക്കാൻ വരുന്നതാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഫസ്റ്റ് ചോദിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പേഷ്യൻറ്റിനെ ഒരിക്കലും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മുടെ ഹിസ്റ്ററി കളക്ഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ എന്ന് പറയുന്നത്. സോ അത് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഫസ്റ്റ് നമ്മൾ ബേസിക്കായിട്ട് വേണ്ടതെന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയാണ്. സോ കുറേയൊക്കെ നമുക്ക് പേഷ്യൻറ്റിൻ്റെ നമ്മൾ ഹിസ്റ്ററി കളക്ട് ചെയ്യുമ്പോൾ കിട്ടും. ബാക്കിയൊക്കെ നമുക്ക് പേഷ്യൻ്റ് കേസ് ഷീറ്റ് കിട്ടുവാണെങ്കിൽ അത് നമുക്ക് എല്ലായിടത്തും കിട്ടണമെന്നില്ല. ബട്ട് നമുക്ക് കിട്ടുന്നൊരു ഇതാണെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ഉറപ്പായിട്ടും അത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ അത് ബാക്കിൽ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. ബേസിക് തിങ് ആണ്. നെയിം ഓഫ് ദ പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും ഫുൾ നെയിം ഉണ്ടെങ്കിൽ അത് തന്നെ എഴുതുക. മിസ്റ്റർ കുമാരസ്വാമി ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ ഏജ് നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ സെക്സ് ആൻഡ് IP നമ്പർ നമ്മൾ ബേസിക്കായിട്ടും പേഷ്യൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂണീക്കായിട്ട് നൽകുന്ന ഒരു ഒരു നമ്പറാണ്. പിന്നെ ഉള്ളത് വാർഡ്. ഏതാണ് വാർഡെന്ന് അറിഞ്ഞിരിക്കുക. അത് പല ടൈപ്പ് ഓഫ് വാർഡുണ്ട്. ഇതിൽ വരുന്നതെന്ന് പറയുമ്പോൾ മെയിൽ മെഡിക്കൽ വാർഡാണ്. പിന്നെ വരുന്നത് ഡയഗ്നോസിസ് നിങ്ങൾ എഴുതുമ്പോൾ എപ്പോഴും ബോക്സ് വരയ്ക്കുക. നമ്മൾ ഏകദേശം സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ എടുക്കുമ്പോൾ പിന്നെ കേസ് ഷീറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഡയഗ്നോസ് കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ഞാനെടുത്ത പേഷ്യൻറ്റിന് ട്യൂബർക്കുലോസിസ് ആണ്, TB ആണ്. പിന്നെയെന്ന് പറയുമ്പോൾ ആളുടെ എഡ്യൂക്കേഷൻ, ഓക്കുപ്പേഷൻ, പിന്നെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അതായത് ആ പേഷ്യൻ്റ് എന്നാണ് അഡ്മിറ്റ് ആയത് ആ ഒരു ഡേറ്റ് നമ്മൾ ചോദിച്ചറിയാം. അതിനുശേഷം ഡേറ്റ് ഓഫ് കെയർ സ്റ്റാർട്ടഡ്, അതായത് നമ്മൾ എന്നാണ് ആസ് എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നേഴ്സ് എന്ന രീതിയിൽ നമ്മൾ ആ ഒരു പേഷ്യൻ്റ് കെയർ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് കെയർ എൻഡഡ് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല. ഡേറ്റ് ഓഫ് കെയർ എൻഡഡ്. പിന്നെ ഉള്ളതാണ് അഡ്രസ്സ് നമുക്കൊന്നെങ്കിൽ കേസ് ഷീറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റിനോട് ചോദിച്ച് തന്നെ നോക്കി എഴുതുക. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയാണ്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ എന്ന് പറയുന്നത്. നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, ഏജ്, സെക്സ്, IP നമ്പർ, വാർഡ്, ഡയഗ്നോസിസ്, എഡ്യൂക്കേഷൻ, ഒക്കുപേഷൻ, റിലീജിയൻ വേണ്ടോ അതൊക്കെ മാൻഡേറ്ററി അല്ല. പിന്നെ ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എന്നാണ് ആൾ അഡ്മിറ്റ് ആയ ദിവസം. അതുപോലെ ഡേറ്റ് ഓഫ് കെയർ സ്റ്റാർട്ടഡ്, ഡേറ്റ് ഓഫ് കെയർ എൻഡഡ്. പിന്നെ വരുന്നതാണ് നമ്മുടെ അഡ്രസ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു പേഷ്യൻറ്റിനെ ഹിസ്റ്ററി കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളൊരു പേഷ്യൻ്റ് ഉണ്ടെന്ന് കരുതി ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആദ്യം നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ അടുത്ത പാട്ടായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കും പുറടിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആക്കണ്ടല്ലോ എന്ന് കരുതിയാണ്. അപ്പോൾ താങ്ക് യു ഓൾ.